നമസ്കാരം. യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം എന്ന് നമുക്കതൊരു അത്ഭുതമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കൗതുകമുണർത്തുന്ന നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ പറ്റിയുള്ള ചർച്ചകൾ, ചോദ്യങ്ങൾ, അതിൻ്റെ ചുരുളുകൾ അഴിക്കാനുള്ള മനുഷ്യ ശ്രമത്തിന്റെ പേരാണ് പാർക്കർ സോളാർ പ്രോബ്. പാർക്കർ സോളാർ പ്രോബിനെ പറ്റി നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ മീനാക്ഷി ആർ.എസ്. വെൽക്കം ടു ജ്യോതിസ് സിവിൽ സർവീസ് അക്കാഡമി. എന്താണ് പാർക്കർ സോളാർ പ്രോബ്? നാസ, അമേരിക്കയുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ഏജൻസി, സൂര്യനെ കുറിച്ച് പഠിക്കാനും സൂര്യപ്രതിഭാസങ്ങളെ മനസ്സിലാക്കുവാനുമായി യൂജീൻ ന്യൂമാൻ പാർക്കർ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം 2018 ഓഗസ്റ്റ് 12 ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിൽ നിന്നും പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചു. പാർക്കർ സോളാർ പ്രോബ് വാർത്തകളിൽ സൂര്യന്റെ ബാഹ്യാന്തരീക്ഷമാണ് കൊറോണ. കൊറോണയെ ഇന്നർ കൊറോണ എന്നും ഔട്ടർ കൊറോണ എന്നും രണ്ടായി തരംതിരിക്കാം. ഫെബ്രുവരി 2022 പാർക്കർ സോളാർ പ്രോബ് സൂര്യന്റെ ഔട്ടർ കൊറോണയിൽ പ്രവേശിക്കുന്ന ആദ്യ മനുഷ്യനിർമ്മിത ഉപഗ്രഹമായി. സൂര്യന്റെ കണികകളും മാഗ്നറ്റിക് ഫീൽഡും റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. വീനസിന്റെ മനോഹരമായ സമതലങ്ങളും പർവ്വതങ്ങളും ഭൂഖണ്ഡങ്ങളും നിറഞ്ഞ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. PSPയുടെ ഘടന ചിത്രത്തിൽ കാണുന്നത് പോലെ പരന്ന മുൻഭാഗവും സിലിണ്ടർ ആകൃതിയിലുള്ള പിൻഭാഗവും ചിറകുകൾ പോലെയുള്ള സോളാർ പാനലുകളുമാണ് PSPയുടെ പ്രധാന ഘടന. സൂര്യതാപത്തെ മറികടക്കാനുള്ള തെർമൽ പ്രൊട്ടക്ഷൻ ഷീൽഡ്, സൂര്യൻ ഉൾപ്പെടെയുള്ള ശൂന്യാകാശ വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്താനുള്ള ക്യാമറ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അളക്കാനുള്ള മാഗ്നറ്റോമീറ്റർ തുടങ്ങിയ സവിശേഷ ഉപകരണങ്ങളാണ് PSPയുടെ പ്രത്യേകതകൾ. PSPയുടെ സഞ്ചാരം ഗുരുത്വാകർഷണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സഞ്ചാരമാണ് PSPയുടേത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് മാറി വീനസിന്റെ ഗുരുത്വാകർഷണത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ PSP സഞ്ചരിക്കുന്നത്. വീനസിന് ചുറ്റും കറങ്ങിക്കൊണ്ട് സൂര്യന്റെ അടുത്തെത്തി ഔട്ടർ കൊറോണയിലെ കാന്തിക വലയങ്ങളും ഊർജ്ജ കണങ്ങളും രേഖപ്പെടുത്താൻ പ്രോബിന് കഴിഞ്ഞിട്ടുണ്ട്. വീനസിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും മെർക്കുറിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സൂര്യന്റെ കൂടുതൽ അടുത്തെത്താൻ കഴിയുമെന്നും സൂര്യനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ കഴിയുമെന്നും നാസ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയായ ISRO സൂര്യനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ദൗത്യമാണ് ആദിത്യ. 2022 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആദിത്യ ഇന്ത്യയെ പുതിയ അറിവുകളിലേക്കും പുതിയ ഉയർച്ചകളിലേക്കും എത്തിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.